ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും പുതുവത്സരാശംസകൾ കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ജയ്സാൽമറാണ് യാത്ര. ജയ്സാൽമർ ഗോൾഡൻ സിറ്റി എന്നാണ് നമ്മുടെ രാജസ്ഥാനിലെ ഗോൾഡൻ സിറ്റി എന്നാണ് പറയുക. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ പോണ വഴിക്ക് തന്നെയാണ്, ജസ്റ്റ് സിറ്റിയിലെത്തിയപ്പോഴാണ് ഗഡിസർ ലേക്ക് കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ കണ്ടില്ലേ ഈ പിച്ചളകൾ കൊണ്ടുള്ള പൂട്ടുകളും എത്ര വലുതറിയോ, 1 കിലോ ഒക്കെ ഉണ്ട് തൂക്കിയ. എൻ്റെ അമ്മോ, നല്ല വിലയുണ്ട് കേട്ടോ, 3500 അങ്ങനെയൊക്കെയുള്ള വിലയുണ്ട്. പിച്ചളയുടെ നല്ല വിലയല്ലേ. ഇതാണ് ലേക്ക്. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാന്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുമാണ്. ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴയ അമ്പലങ്ങൾ എല്ലാം ഉണ്ട്. ഇത് ജയ്സാൽമർ സിറ്റി സ്ഥാപിച്ച സമയത്ത് 1156 ഉണ്ടാക്കിയിട്ടുള്ള ലേക്കാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട്, കാരണം വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ, ചൂടും കൂടുതലാണല്ലോ, താർ മരുഭൂമിയൊക്കെ ഇവിടെയാണല്ലോ. ഇതിലും കൂടുതലായിരുന്നു മരുഭൂമി അന്ന്. അപ്പം ഇത് കണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട കണ്ടില്ലേ ഈ കട്പുത്തലി എന്ന് പറയുക, നമ്മുടെ പാവകളെ, തോൽപ്പാവക്കൂത്ത് അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനത്തെ പാവകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്നിട്ട് നമ്മൾ പിന്നെ സം എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലേക്ക് പോണ സം സാൻഡ് ഡ്യൂൺസ് എന്ന് പറയും. അവിടെയാണ് മെയിനായിട്ടുള്ള താർ ഡിസേർട്ട് അവിടെയാണ്. അപ്പോൾ അവിടെ കുറച്ച് ഇതുണ്ട്, റിസോർട്ടുകൾ കേട്ടോ. അതിൽ അവർ നമ്മൾക്ക് ടെൻറ്റ് എന്ന് പേരെന്നെ ഉള്ളൂ, അങ്ങനെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ടെൻ്റ് അല്ല, നമ്മൾ കാണുന്ന മരത്തെ അല്ല, ഇത് വേറൊരു തരം ഞാൻ കാണിച്ചു തരാം ഉള്ളിൽ പോയാൽ. അപ്പോൾ ആ ഓരോ ടെൻറ്റ് നമ്മൾ വാടകയ്ക്ക് എടുക്കണം. ഇത് ഇവിടുത്തെ സീസണാണേ. വേനൽക്കാലത്തൊന്നും ഇതിൽ പറ്റില്ല കേട്ടോ, താമസിക്കാനേ പറ്റില്ല, അത്ര ചൂടായിരിക്കും. പിന്നെ എന്നെ പറയുന്നുണ്ട് കത്തുമായിരിക്കും എന്ന്. മണലല്ലേ പ്രധാനം. രാത്രി അത്ര പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ പകൽ നേരത്ത് സഹിക്കാൻ പറ്റാത്ത, സൂര്യനൊക്കെ ഇവിടെ അടുത്തുള്ള മാതിരി ഉണ്ടാവും നമുക്ക്. അപ്പൊ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് സൺസെറ്റ് കാണുക. ഇവിടെ നമ്മൾ മണൽ ഇതിൽ പോയിട്ട്, മരുഭൂമിയിൽ പോയിട്ട് സൺസെറ്റും സൺറൈസും ഒക്കെ നല്ല ഭംഗിയാണ് ഇവിടുത്തെ. കണ്ടില്ലേ എന്തൊരു ക്ലീൻ ആണ് അറിയോ, ക്ലിയർ ആണ് ഇതൊക്കെ, ആകാശമൊക്കെ. ഇവിടെ ഫുള്ള് മണലാണ്. നമുക്കൊക്കെ ശരിക്കും വീടുണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ സ്ഥലം വാങ്ങിക്കഴിഞ്ഞിട്ടല്ലോ അവിടെ തന്നെ മണൽ കോരിയിട്ടുണ്ടാക്കാം. അത്ര നല്ല മണല, നല്ല എന്ത് സോഫ്റ്റ് മണല്. അപ്പൊ ഇങ്ങനത്തതാണ് ടെന്റുകൾ കേട്ടോ. കണ്ടു, ഇതില്ല, ചുമരുകളില്ല. ചുമരിനൊക്കെ പകരം കട്ടിയുള്ള തുണികളാ. വെറും ഈ വാതിലിന്റെ ഇത് മാത്രം ഉണ്ട്, ഫ്രെയിം മാത്രമേ ഉള്ളൂ. അങ്ങനെ ബാക്കിയൊക്കെ നല്ല സൗകര്യം. പക്ഷേ നല്ലൊരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം. നല്ല വലിയ കട്ടിലുണ്ട്, അതൊക്കെ ഉറപ്പിച്ച കട്ടിലാട്ടോ, മാർബിളിന്റെ. അതിന്റെ മുകളിൽ ബെഡ് മാത്രമേ ഇതുള്ളൂ. ഇത് ഇങ്ങനെ ഉണ്ടാവും കൂടാരം, കണ്ടില്ലേ മുകളിലേക്ക് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ചൂടുകാലത്ത് ഏപ്രിൽ മെയ് ജൂൺ ആ സമയത്തൊക്കെ അതിഭയങ്കര കാറ്റും മണൽക്കാറ്റും ഒക്കെ ഉണ്ടാവും. ആ സമയത്തൊന്നുമല്ല, ശരിക്കുള്ള സീസണാണ് നവംബർ ടു മാർച്ച്. തന്നെ മുഴുവൻ പറ്റില്ല. അങ്ങനെ ഇവിടുത്തെ വാഷ്റൂമുകളില്ലേ, എത്ര വലിയ വാഷ്റൂമും കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു നമ്മുടെ ഈ ഒരു നമ്മൾ ഇത് ബുക്ക് ചെയ്തിട്ടില്ലേ, അതിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഒട്ടകത്തിൻ്റെ മുകളിലോ ക്യാമൽ റൈഡ് ആവട്ടെ, ജീപ്പ് റൈഡ് ആവട്ടെ, എല്ലാം ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. കണ്ടില്ലേ എന്ത് രസമാണ്. നമുക്ക് സൂര്യനെയൊക്കെ നമുക്കിങ്ങനെ സുഖമായിട്ട് കാണാം. ശരിക്കും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നോക്കി തന്നെ നിൽക്കാം. അത്ര നല്ല ഇതാണ്, എന്താണ് സൺസെറ്റും സൺറൈസും ഒക്കെ. ആ സമയത്ത് നമ്മളിത് മരുഭൂമിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഏതാണ് വേണ്ടത് എന്ന് വെച്ചാൽ, ജീപ്പ് വേണമെങ്കിൽ ജീപ്പ് എടുക്കാം, പിന്നെ ഒട്ടകത്തിന് മുകളിൽ കയറണമെങ്കിൽ. അപ്പം നമ്മൾ പിന്നെ കാമൽ റൈഡാണ് ഇത് ചെയ്തത്. 2 പേർക്ക് ഇരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു 20 മിനിറ്റ് നമ്മളെ ഒട്ടകത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ മുമ്പേ ഒട്ടകത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട്, പക്ഷെ മരുഭൂമിയുടെ മുകളിൽ ഇരുന്നിട്ടില്ല. മരുഭൂമിയിലെ ഒട്ടകത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ടില്ല. അല്ലാണ്ട് ചണ്ഡീഗഡിലൊക്കെ ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഒട്ടകം റൈഡൊക്കെ നടത്തിയിട്ടുണ്ട്, അത് മാത്രം. പാവങ്ങളാ തോന്നില്ലേ, എന്തായാലും അതിൻ്റെ മുഖം കണ്ടാലേ പാവ തോന്നും. പക്ഷെ പാവം എന്ന് പറഞ്ഞാൽ അവർക്കും അവരുടേതായിട്ടുള്ള ചവിട്ട് ഉത്തൊക്കെ ചെയ്യും. പിന്നെ കാലൊക്കെ ഇങ്ങനെ ദൂരത്തേക്ക് അങ്ങനെ ആക്കി വെച്ചപ്പോൾ അടുത്തു കൂടെ പോണ ഒട്ടകം കടിക്കൂത്രേ. അപ്പൊ അവര് പറഞ്ഞു കടിക്കും എന്നിങ്ങനെ വിളിച്ചു പറയാ. കണ്ടു കഴിഞ്ഞാൽ തോന്നും നല്ല കടിക്കുന്ന ആള്, നമുക്ക് എന്ത് ഭംഗിയ മുഖം എന്ന്. പാവം എന്തോ തിന്നോണ്ടിരിക്കണേ ഇത് നേരം. ദൈവമേ, എന്നാലും ഒരു രസം. അപ്പം നമ്മൾ 7-8 മണിയാകുമ്പോഴേക്കും നമ്മളെ അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരും, റിസോർട്ടിൽ തന്നെ. അവിടെ അപ്പോഴാണ് നമുക്ക് വെൽക്കം ഇത് പരിപാടിയും കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് വെൽക്കം കേട്ടോ. അങ്ങനെ നമ്മളെ സ്വീകരിച്ച് ഉള്ളിലേക്ക് വിടും. പിന്നെ നമ്മൾ കോഫി അങ്ങനെ വല്ലതും സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ്. അതാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിത് മുമ്പേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ അല്ലേ എല്ലാവരും കേട്ടോട്ടെ കണ്ടോട്ടെ പറഞ്ഞിട്ട് ഞാൻ ഈ പാട്ടോടെ വെച്ചിരുന്നു. അത് വെച്ചത് നമ്മൾക്കിതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ.
അപ്പോൾ അതുകൊണ്ട് അത് ആദ്യമേ ഞാൻ വേണ്ടാന്ന് വെച്ച് ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും ചെയ്യേണ്ടി വരികയാണ്. എത്രാമത്തെ തവണ അറിയോ ചെയ്യണ? എന്ത് ചെയ്താലും ശരിയാവില്ല. എന്താണാവോ ഈ വീഡിയോനെ ഒരു കണ്ണു തട്ടിയ മാതിരി ഉണ്ട്. അപ്പൊ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ മുഴുവൻ കണ്ടിട്ടോ, ഒന്ന് എന്നെ ഒന്ന് സമാധാനിപ്പിക്കണം കണ്ടിട്ട്. ഇവിടുത്തെ ഇത് ഇത് ഈ റിസോർട്ടിലുള്ള പരിപാടി കേട്ടോ. അപ്പുറത്ത് എന്താണ്, ഈ മതിലിന്റെ അപ്പുറത്ത് തന്നെ കുറേ പിന്നെയും കൂടാരങ്ങളുണ്ട് വേറെ റിസോർട്ടുകാരുടെ. അവിടെയൊക്കെ വേറെ പരിപാടിയുടെ ശബ്ദം കേൾക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഇത് ഇവരൊക്കെ ഡാൻസ് തുടങ്ങി. ഇവിടുത്തെ ലോക്കൽ പാട്ടും ഡാൻസും ഒക്കെയാണ്. ഈ ഡ്രസ്സ് കണ്ടിട്ട് ഇതിനു വേണ്ടി വേഷം കെട്ടിയവർക്ക് വിചാരിക്കേണ്ട, ഇത് സാധാരണ ഡ്രസ്സാണ് ഇവിടുത്തെ ആൾക്കാരുടെ. അവർക്ക് ഈ നമ്മളൊക്കെ വിചാരിക്കില്ലേ ഇതൊക്കെ ഇതിനു വേണ്ടി മാത്രം, സീരിയലിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഇതിന് ഒന്നുമല്ല. ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ്. ഇവര് പിന്നെയും മുഖമെങ്കിലും കാണിക്കണ്ടേ. ഇവിടുത്തെ സ്ത്രീകൾ മുഖവും കാണിക്കില്ല, ഫുള്ളായിട്ട് ഗൂങ്കട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മളുടെ അതൊക്കെ ഇട്ടിട്ടുള്ള, അങ്ങനെയാണ് സാധാരണ ആൾക്കാർ കേട്ടോ. അല്ലാണ്ട് വലിയ വലിയ പഠിപ്പും കാര്യങ്ങളും ഉള്ളവരെയല്ല പറയണത്, സാധാരണ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ പറയണം. അങ്ങനെ ഇവരുടെ ഡാൻസ്, അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു മാജിക് ഷോ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ പാട്ടോടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രസമല്ലേ ഉണ്ടാവുക പറഞ്ഞിട്ടാട്ടോ വെച്ചത്. ഇത്ര എന്തൊക്കെ പരിപാടി അറിയും ഇതില് പറ്റാത്തത്. ഇയാള് അങ്ങനെ ഈ സൈക്കിളിന്റെ ചക്രം ആണ് കയ്യില്, അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അയാൾ തലയിൽ വെച്ച് തിരിക്കുമെന്നും ഇവര് പറഞ്ഞു. അപ്പൊ അത് തലയിൽ വെച്ച് തിരിക്കണതും ഒക്കെ അല്ല, ഒക്കെ ഒരു ഇതാണ്. ഇവരുടെ ഈ സമയത്തല്ലേ അവർക്ക് കിട്ടുള്ളൂ ഇത്ര ബിസിനസ്സേ, വേറെ ഒന്നും ഇല്ലല്ലോ. ശരിക്കും സാധാരണ തെരുവിലും ഒക്കെ കളിക്കുന്നുണ്ടാവുമായിരിക്കും ഇവരിങ്ങനെ. അപ്പൊ അതാണ് ഇങ്ങനത്തെ പരിപാടികൾ കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തെ ആൾക്കാർ വന്നിട്ടുണ്ട്, എല്ലാ സ്റ്റേറ്റിലത്തെയും ആൾക്കാർ ഇപ്പൊ ഇവിടെ കാണുന്നതിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാജിക് ഷോ, അങ്ങനെ എല്ലാം കണ്ട് നമ്മൾ അതോടെ അത് കഴിഞ്ഞ് ഡിന്നർ കഴിയുക. പിന്നെ നമ്മൾ നാളെ എല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഡാൻസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും അവനവൻ്റെ ഡാൻസ് ഫോമാണ് കാണിക്കുന്നത് കേട്ടോ. ഗുജറാത്തികൾ ഗർഭ ഡാൻസ് കാണിക്കുന്നുണ്ട്, മറ്റേ മറാഠികൾ വേറെ കാണിക്കുന്നുണ്ട്. ഇതാ ഒരു പഞ്ചാബി കുട്ടി കണ്ടില്ലേ, എന്താ അവൻ്റെ കളി അറിയോ? അവൻ അതിൻ്റെ വേർഡിങ്സും കൂടി അറിയാം, അതാണ് ആ പാട്ടിൻ്റെ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഗംഭീരമായിട്ട് കളിച്ച് അവൻ്റെ അത് കണ്ടപ്പോൾ എത്രാമത്തെ തവണ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യണു ഈ വീഡിയോ, പിന്നെയും അത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് പോണു. ഒന്നായിട്ട് വോയിസ് കളഞ്ഞ് പിന്നെയും ചെയ്യാണ്. എനിക്കൊരു പിടിയില്ല, എന്താ ഇവരുടെ ഇത്രയും ഗംഭീരൻ പാട്ടാണോ അതൊക്കെ? എനിക്കൊന്നും അറിയില്ലപ്പാ. അങ്ങനെ രാവിലെ ഇവിടുത്തെ സൺസെറ്റ് മാതിരി തന്നെ സൺറൈസും ഭയങ്കര ഭംഗിയാണ്. കണ്ടില്ലേ രാത്രിയിലത്തെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ആരും എണീറ്റിട്ടില്ല, ഒക്കെ അങ്ങനെ ആരും എണീറ്റേ വന്നിട്ടില്ല. 9 മണി വരെയാണ് ഇവിടെ. 9 മണിക്ക് ഇറങ്ങണം. 10 മണിയാകുമ്പോഴേക്കും എല്ലാവരും റൂം വെക്കേറ്റ് ചെയ്യണം എന്നാണ്. കണ്ടില്ലേ മതിലിൻ്റെ അപ്പുറത്ത് കുറേ ടെൻറ്റുകൾ കാണാൻ കണ്ടോ? മറ്റേ വേറെ റിസോർട്ടിലത്തെ ടെൻറ്റുകളാണത്. അപ്പോൾ ദാ എന്ത് രസമല്ലേ ഈ സമയത്ത് കാണാൻ. അപ്പോൾ നമ്മൾ 10 നമ്മളിത് ഇറങ്ങുകയാണ്. കാരണം ഇനിയിപ്പോൾ എവിടെയും പോയിട്ടില്ല. ഇന്നലെ ഇപ്പം വെറും ഇവിടെ മാത്രമല്ലേ, സാംസൺ ഡ്യൂൺസിൽ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം ഇതാ നമ്മളുടെ ഒരു ദിവസത്തെ വീട് വിട്ട് പോവുകയാണ്. റൂം നമ്പർ 214 മരുഭൂമി റിസോർട്ട്, അതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി പോണത് കോട്ടയിലേക്കാണ് കേട്ടോ. ജയ്സാൽമർ ഫോർട്ടിലേക്കാണ് പോണത്. ആ പോണ വഴിയിൽ കണ്ടില്ലേ നല്ല പാരാഗ്ലൈഡിങ്ങൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനുള്ള ധൈര്യം പോരാ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പറ്റിയത് തന്നെയാണ് അല്ലേ. അപ്പോൾ അത്ര മതി, അത്രയൊക്കെ യാത്ര മതി. അപ്പോൾ അവരിത് അങ്ങനെ അവിടെയൊക്കെ ബുക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും എത്രമാത്രം വണ്ടികളാണ് വെയിറ്റ് ചെയ്യുന്ന അറിയോ. ഒക്കെ അത് കയറാൻ വേണ്ടിയിട്ടേ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ടേ പാരാഗ്ലൈഡിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ് ഇവിടെ കൂടുതൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൂടുതൽ പാരാഗ്ലൈഡിങ് നടക്കുന്നത് രാജസ്ഥാനിലാണ് തോന്നുന്നു. കാരണം അങ്ങനത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ വേണ്ടേ, അതായിരിക്കണം. അപ്പം നമ്മളിതാ സോനാർ കിലയിലെത്തി. ഇതാണ് ജയ്സൽമർ ഫോർട്ട്. സോനാർ കില എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ മാതിരി ഉണ്ടാവും വെയിലടിക്കുമ്പോൾ, കാരണം മഞ്ഞ കല്ലുകളാണ് ഇവിടെ, മഞ്ഞ കല്ലുകളാണ്. ജയ്പൂർ, ജോധ്പൂർ, പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇതാണ് റെഡ് സ്റ്റോൺസ് ആയിരിക്കും. നമ്മളുടെ ലാൽ കിലയൊക്കെ റെഡ് ഫോർട്ടൊക്കെ ഇല്ലേ ഡൽഹിയിലത്തെ, അതൊക്കെ ചുവപ്പല്ലേ. അപ്പോൾ അതുമാതിരത്തെ മഞ്ഞ ഇവിടെ. എനിക്ക് തോന്നുന്നു മണലിൽ കിടന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മഞ്ഞ ഏതാവും. എന്തൊരു തിളക്കമുള്ള മഞ്ഞ.
വെയിലും കൂടി ആകുമ്പോഴേക്ക് കൂടുതൽ ഇതാവും. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട് ഫോർട്ടിൽ. മുമ്പത്തെ പരമ്പരയായിട്ട് താമസിക്കുന്നവർ താമസിക്കുന്നുണ്ട്. പിന്നെ കച്ചവടമുണ്ട്. ഈ സമയത്ത് മാത്രമാണ് ഇങ്ങനെ തിരക്ക് കേട്ടോ. പറഞ്ഞില്ലേ സമ്മറിലൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല, അത്ര ചൂടായിരിക്കും. നമ്മൾക്ക് അതുകൊണ്ട് എന്തുണ്ടറിയോ മുകളിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇവരുടെയൊക്കെ പിന്നെ കൂടെ മെല്ലെ തന്നെ നടന്നു പോകണ്ടേ. അത് കാരണേ ഇവിടെ ആൻറ്റിക്സ് വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയായിരുന്നു നിങ്ങൾക്ക് പറയാം, കാരണം ഇത് ഒറ്റ കല്ലിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മാർബിളിൽ. കാര്യമൊക്കെ ശരി തന്നെ. എന്തൊരു ഭംഗിയാണ് കാണാനറിയോ കൃഷ്ണനും ഗണപതിയൊക്കെ. അപ്പോൾ അവർ പറയണ ഈ ഒരു കളർ കൊടുക്കണത് ആൻറ്റിക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് വിദേശികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ ആൻറ്റിക്ക് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങില്ല അത്ര. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു കളർ കൊടുക്കേണ്ടി വരികയാണ്. അല്ലാണ്ട് ആൻറ്റിക്കൊന്നുമല്ല, പുതിയ തന്നെയാണ്. ഞാൻ ഇവിടുന്ന് ഇത്രയും ആൾക്കാർക്ക് ആൻറ്റിക്ക് ഉണ്ടാക്കി കൊടുക്കുകയെന്ന് അയാൾ ചോദിക്കാം. ഇതാ കണ്ടില്ലേ, ഇതാണ് സോനാർക്കി. നോക്കി നോക്കൂ, ആ സ്വർണ്ണ കളറിൽ ഇങ്ങനെ അല്ലേ ഇങ്ങനെ കാണാമെന്ന് കണ്ടില്ലേ, തിളങ്ങുന്നത് കണ്ടില്ലേ. പോകുമ്പോൾ ഇതാ ഒരാളിത് അവിടെ പതാരോഹമാരെ ദേശം എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അതാണ് അവരുടെ കേട്ടോ. വിദേശികളൊക്കെ ഇങ്ങനെ കൊടുക്കുമല്ലോ പൈസയൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരൊന്നും അധികം കൊടുക്കില്ല ചേട്ടാ. ഇത് ഇവിടുത്തെ നാടൻ സാധനങ്ങൾ, ഇവിടുത്തെ എന്താ. അപ്പോൾ നമ്മൾക്കൊരു ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ എത്തിയപ്പോൾ അവിടുന്ന് നമ്മൾ പിന്നെ മുകളിലേക്ക് കയറുന്നില്ല വെച്ച്. എത്ര മെല്ലെ അറിയോ, നടക്കാൻ പറ്റുന്നില്ല തിരക്ക് കാരണം. അപ്പോൾ അവിടെ നിന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അത് വില്ലേജ് എല്ലാം കാണാം, ഫുള്ള് സിറ്റി കാണാം കേട്ടോ. ഏറ്റവും മുകളിൽ കയറി നല്ല ഭംഗിയായിരിക്കും. പക്ഷേ അവിടെ എത്തി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട്, ആൾക്കാർ അത്ര മെല്ലെ നടക്കണത്. അവരുടെ പിന്നിൽ ഇങ്ങനെ പോയിട്ട് അത് മതിയായി. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തിയത്. നമ്മൾക്ക് കുറേ നേരമൊന്നും ഇതാക്കാനും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഇവിടുന്ന് തിരിയാണ്. അപ്പോൾ പോകുമ്പോൾ ഒരാൾ പാട്ട് പാടിയിരുന്ന്, വരുമ്പോൾ ഒരാൾ കൊട്ടനും കൂടി ഉണ്ട് കൂടി ഇരുന്നിട്ടുണ്ട്. അവരുടെ ഇതന്നെ. അപ്പോൾ എപ്പോഴും അതേ, തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും നമുക്ക്. എനിക്ക് എനിക്ക് കേട്ടോ, എല്ലാവർക്കും എന്നല്ല പറയണേ. കാരണം നമ്മളിനി എന്ന് വരും ഇവിടെ, എന്നാ കാണുക ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഒരു വിഷമം. അപ്പോൾ ഒന്നും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലാ ഇവിടെ ഈ സമയത്തേ ഇങ്ങനെ ചൂട് തുടങ്ങി. അപ്പോൾ ശരിക്കും ഞാൻ വിചാരിക്കുകയാണ് തണുപ്പ് കാലത്ത് ഇങ്ങനെ ചൂട്. നെക്സ്റ്റ് നമ്മൾ പോണതാണ് എന്താ ഉൽധാര ഗോസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ ഇത്. ഇത് ശരിക്കും പ്രേതഗ്രാമം തന്നെയാണ്. കാരണം ഇത് കുറേ കാലം മുമ്പേ 19-ാം നൂറ്റാണ്ടിലെ എല്ലാവർക്കും സുഖല്ലേ? കുറേ ദിവസമായി അല്ലേ ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ജയ്സാൽമറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ജയ്സാൽമറിൽ അവിടെ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താർ മരുഭൂമിയാണ്. അപ്പോൾ അതൊന്ന് കാണണം. പിന്നെ മരുഭൂമിയിൽ കുറേ പരിപാടി ഇപ്പം ഈ ഒരു സമയം മാത്രമേ ഇവിടെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്, അതിഭയങ്കര ചൂട്. കാരണം ഇത്രയും വലിയ ഇതല്ലേ, എന്താണ് മരുഭൂമിയല്ലേ അടുത്ത്, അപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പം ഈ ഒരു സമയമാണ് ഇവിടുത്തെ സീസൺ കേട്ടോ. ഈ ഒരു ഡിസംബർ ജാനുവരി ഒക്കെ. ഇത് കുൽധാര വില്ലേജ് കേട്ടോ, ജയ്സാൽമറിലെ കുൽധാര വില്ലേജ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഗ്രാമം അങ്ങോട്ട് നശിച്ചു പോയ മാതിരി കണ്ടില്ലേ. അന്നത്തെ തരത്തിലുള്ള വീട്, ഒരു ലേശം പോലും സിമെന്റ് ഇല്ല, ഒന്നുമില്ലാണ്ട് എന്താണ് ഗോൾഡൻ കല്ലുകളാ, അതുകൊണ്ട് മാത്രം കെട്ടിയ വീടുകളാണ് കണ്ടോ കാണുന്നത്. വീടിന്റെ ഓരോരോ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന് സങ്കടം വരും. അപ്പം അത് കുറേ സ്റ്റോറിയൊക്കെ കേട്ടു ഇതിനെ പറ്റിയിട്ട്. ഒരു രാജാവ് ഇവിടുത്തെ ഒരു കുട്ടിയെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയെ രാജാവ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരേ രാത്രിയിൽ ഇവിടുന്ന് എല്ലാവരും വിട്ടുപോയി എന്നാണ് കഥ. അതൊന്നുമല്ല കഥ. കഥ ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീസണബിളായിട്ട് കേൾക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളത്തിന് ഭയങ്കര കമ്മിയാണ്. അപ്പോൾ ആ വെള്ളം ഇല്ലാതെ ഇവർ ഭയങ്കര വെള്ളം പറഞ്ഞതില്ല. അങ്ങനെ ഉള്ള സമയത്ത് ഒരു സ്റ്റെപ്പല്ലോ മറ്റേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പം ഇവിടുത്തെ ഇയാളാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ വലിയ ജമീന്ദാറില്ലേ, അയാളാണെന്നുണ്ടെങ്കിൽ എന്താ ടാക്സ് ഒരു കമ്മിയാക്കില്ല, പക്ഷേ സൗകര്യങ്ങളൊന്നും ചെയ്തും കൊടുക്കില്ല. അങ്ങനെയായിരുന്നു ജയ്സാൽമറിലത്തെ ദിവാൻ അന്നത്തെ. അപ്പോൾ ഇവർ കുറേ പറഞ്ഞു, പക്ഷേ ടാക്സുകൾ പാവങ്ങൾ വെള്ളം ഇല്ല ഇനിയും അങ്ങനെ. അപ്പോൾ അവർ ഇവിടുന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് എന്താണ് ഇവിടുന്ന് വിട്ടു പോവുകയാണ് കേട്ടോ. അപ്പോൾ പാലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് ഈ ജയ്സാൽമറിൽ വന്ന് താമസിച്ച ബ്രാഹ്മൺസ് ആയിരുന്നു അവർ, ഈ ഫുള്ളൊരു വില്ലേജിൽ. അപ്പോൾ എന്തോ ഒരു, ഞാൻ വില്ലേജൊക്കെ കാണിച്ചു തരാം കേട്ടോ. കുൽധാര വില്ലേജ് കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം വരും. കാരണം ഇന്നും ഇപ്പോൾ അതേ അതിൻ്റെ റിമൈൻസ് മാത്രമാണ്, ആ വീടുകളുടെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത് മുഴുവന്. അപ്പോൾ ശരിക്കും ഈ തണുപ്പ് സമയത്ത് തന്നെ ഈ നേരത്ത് ഇവിടെ ചൂടാണ്. അപ്പോൾ പിന്നെ വേനലിൽ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല, തിളയ്ക്കും. അതിന് വെള്ളവും ഇല്ല, പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാണ്.
അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. മുമ്പത്തെ ആ ഒരു കുഞ്ഞു കുഞ്ഞു ജനലുകളും ഒക്കെ ഉള്ള കണ്ടില്ലേ ഓരോരോ ഇത് പിന്നെയും ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാർ ഇപ്പൊ നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ചൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അവര്. പക്ഷേ ഇപ്പോഴും ഇവിടെ എത്ര ഗവൺമെന്റ് വന്നു, അതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടി, അതിന് ശേഷം ഗവൺമെന്റുകൾ വന്നു, മാറി മാറി വന്നു, ആർക്കും ഇവിടെ ആൾക്കാരെ പിന്നീടും താമസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആൾക്കാർ ഒന്നാമത് ഇവിടുത്തെ ആൾക്കാർ താമസിക്കില്ല പേടിച്ചിട്ട്. കാരണം ഇവിടേക്ക് ഭയങ്കര ഒരു ശാപം കൊടുത്തിട്ടാണ് അവർ പോയതെന്ന്. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തവിടത്ത് ആർക്കും താമസിക്കാൻ പറ്റാണ്ട് വരട്ടെ എന്നുള്ള ശാപമുണ്ട് എന്നുള്ള ആ ഒരു പേടിയുണ്ട് ഇന്നും ആൾക്കാർക്ക്. ആരും താമസിക്കാൻ റെഡി ആയിട്ടില്ല. അപ്പൊ ഇപ്പൊ അതൊരു ഇത് സ്മാരകം മാതിരി വെച്ചിരിക്കുകയാണ്, ആൾക്കാർക്ക് വന്ന് കാണാൻ വേണ്ടിയിട്ടേ വെച്ചിരിക്കേണ്ടത്. ആ മുമ്പത്തെ വീടുകൾ കുറച്ചൊക്കെ അങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ ശരി കേട്ടോ. നമ്മൾ ഇനി എന്തായാലും തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ബോർഡർ കാണണമെന്നുണ്ടായിരുന്നു, അത് കാണാനുള്ള ടൈമില്ല. അപ്പം എന്നാൽ ശരി കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു പറയണേ. ടാറ്റാ.